അമ്പിളി, സുവർണ, സരസ് എന്നിവ ഏതിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം മത്തൻ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ ഏതിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം മുളക്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ ഏതിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം നെല്ല്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ ഏതിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം തെങ്ങ്. സൽകീർത്തി, കിരൺ, അർക്ക എന്നിവ ഏതിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? ഉത്തരം വെണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം അനുച്ഛേദം 15. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം 7ാം ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി? ഉത്തരം പനമ്പിള്ളി ഗോവിന്ദമേനോൻ. മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ച വ്യക്തി? ഉത്തരം ബാബർ. സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ് യഥാർത്ഥ നാമം. ഭരണകാലഘട്ടം 1526 മുതൽ 1530 വരെ. ഡൽഹിയിൽ മുഗൾ ഭരണം ആരംഭിച്ചത് ഏത് യുദ്ധത്തെ തുടർന്നാണ്? ഉത്തരം 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയ ശേഷം. തുസൂഖ് ഇ ബാബറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം ബാബർ. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട ഭാഷ ഏത്? ഉത്തരം ഉറുദു. പടപ്പാളയത്തിലെ ഭാഷ എന്നറിയപ്പെടുന്നു. മാലതി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന എഴുത്തുകാരി? ഉത്തരം കടത്തനാട്ട് മാധവി അമ്മ. കടത്തനാട്ട് മാധവി അമ്മയുടെ കൃതികൾ ഗ്രാമശ്രീകൾ, കാവ്യോപഹാരം, കണിക്കൊന്ന, ജീവിതതന്തുക്കൾ, കണ്ണുനീർ, മുത്തച്ഛൻ്റെ കണ്ണുനീർ തുടങ്ങിയവയാണ് ഇവരുടെ കൃതികൾ. തുഹീനം, നിഹാരം, തുഷാരം എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം മഞ്ഞിൻ്റെ. കേശം, കുന്തളം, വേണി എന്നിവ എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം തലമുടി. പറവ, പതംഗം എന്നിവ എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം പക്ഷിയുടെ. അഞ്ജലി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം കൂപ്പുകൈ. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം വണ്ടിനെക്കുറിച്ച്. പ്രായേണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മിക്കവാറും. ദ്രുമം, പാദപം, തരു എന്നിവ എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം മരത്തിൻ്റെ. പല്ലവം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം തളിര്. ചിത്രപതംഗം എന്നും അറിയപ്പെടുന്നു? ഉത്തരം പൂമ്പാറ്റ. ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ. കുമാരനാശാൻ, ഉള്ളൂർ എന്നിവരാണ് മറ്റ് 2 പേർ.
വള്ളത്തോളിന് കേരള വാൽമീകി എന്ന വിശേഷണം ഉണ്ട്. കലാമണ്ഡലം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചു. സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ഉത്തരം പാതിരാപ്പൂക്കൾ, 1967. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. ഉത്തരം രാത്രിമഴ, 1977. വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, ആശാൻ പ്രൈസ് എന്നിവ നേടിക്കൊടുത്ത കൃതി. ഉത്തരം അമ്പലമണി. സുഗതകുമാരിയെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി. ഉത്തരം മണലെഴുത്ത്. കാവ് തീണ്ടല്ലേ, മേഘം വന്നു തൊട്ടപ്പോൾ, വാരിയല്ലേ എന്നീ ലേഖനങ്ങൾ രചിച്ചത്. ഉത്തരം സുഗതകുമാരി. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത്. ഉത്തരം ചാലനം. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം താപപ്രേഷണം. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത്. ഉത്തരം സുചാലകം. ചാലനം വഴി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത്. ഉത്തരം കുചാലകം. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം. ഉത്തരം നൈട്രജൻ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രൂക്ഷഗന്ധത്തിന് കാരണമാകുന്ന മൂലകം. ഉത്തരം ക്ലോറിൻ. പെൻസിൽ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം. ഉത്തരം ഗ്രാഫൈറ്റ്. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം. ഉത്തരം ഓക്സിജൻ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഉത്തരം പ്രതിഭ പട്ടേൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ. ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ. ഉത്തരം മീര കുമാർ. ഭാരതരത്ന നേടിയ ആദ്യ വനിത. ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വനിത. ഉത്തരം ഇന്ദിരാഗാന്ധി.